ബഹുമാനപ്പെട്ട യോഗത്തിൻ്റെ അധ്യക്ഷൻ ഡോക്ടർ റിജി ജി നായർ അവർകൾ, ബഹുമാനപ്പെട്ട സാനു മാഷ്, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏതർത്ഥത്തിലും വളരെ സന്തോഷമുള്ള ഒരു വൈകുന്നേരമാണ് ഈ കടന്നു പോകുന്നതെന്ന് നാം ഒക്കെ തിരിച്ചറിയുന്നൊരു നിമിഷമാണ്. ഒരുപക്ഷെ സാഹിത്യത്തിന് മാത്രം, സാഹിത്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾക്ക് മാത്രം പുസ്തക പ്രകാശന ചടങ്ങുകൾ സംഘടിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരാൾക്കൂട്ടം എല്ലാ കാലത്തും എപ്പോഴും നമ്മളെയൊക്കെ ശ്രദ്ധയെ ക്ഷണിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു മാനേജ്മെൻറ്റ് പുസ്തകത്തിൻ്റെ പ്രകാശനത്തിന് ഇത്ര പേർ കൂടുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഈ പുസ്തകത്തിൻ്റെ രചയിതാവിന് പൊതുസമൂഹവുമായിട്ടുള്ള അഭിജാതമായിട്ടുള്ള ബന്ധവും സൗഹൃദവും അതിൻ്റെ ദൃഢതയും അതിൻ്റെ പേശീബലവും ഒക്കെയാണെന്ന് ഈ ചടങ്ങിൽ ഇവിടെ നിന്നുകൊണ്ട് സ്വാഗതം പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വളരെ സന്തോഷത്തോടുകൂടി കടന്നു വരികയാണ്. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു മാനേജ്മെൻറ്റ് പുസ്തകം പ്രസിദ്ധീകരിക്കാൻ പ്രിയപ്പെട്ട സുധീർ ബാബു തയ്യാറാകുന്നു? എന്തൊക്കെയാണ് ഈ മാനേജ്മെൻറ്റ് പുസ്തകം മറ്റ് മാനേജ്മെൻറ്റ് പുസ്തകങ്ങളിൽ നിന്ന് വ്യത്യസ്തത പുലർത്തുന്നത്? ഇത്യാദി ഒട്ടനവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടി ഈ പുസ്തകം തരുന്നു എന്നുള്ളിടത്താണ് വരൂ നമുക്കൊരു ബിസിനസ് തുടങ്ങാം എന്ന പുസ്തകത്തിൻ്റെ ഏറ്റവും കാലികമായിട്ടുള്ള ഒരു പ്രസക്തി. വളരെയധികം പേർ ബിസിനസ്സിൽ ഏർപ്പെടുകയും അതിൽ വളരെ കുറച്ചു പേർ മാത്രം വിജയിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് ബിസിനസ്സിൻ്റെ രംഗം. തമാശയായിട്ട് പലപ്പോഴും പറയാറുള്ളത്, വളരെയധികം പുല്ല് തിന്നുകയും വളരെ കുറച്ച് പാല് തരികയും ചെയ്യുന്ന ഒരു പശു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ബിസിനസ്സിൻ്റെയും അവസ്ഥ. ഒട്ടനവധി സംരംഭകർ ഇതിൽ താല്പര്യപ്പെട്ട് മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷെ ആ സംരംഭങ്ങളൊക്കെ തന്നെ യഥാവിധി കർമ്മകുശലതയോടുകൂടി വിജയിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പലതും പരിസമാപ്തിയിൽ ആ നിമിഷമോ അല്ലെങ്കിൽ അടുത്ത നിമിഷമോ എത്തിച്ചേരുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായിട്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും ഓഹരി വിപണനവുമായിട്ട് ബന്ധപ്പെട്ടോ കച്ചവടവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ബിസിനസ്സിൻ്റെ പുതിയ സംരംഭക പ്രവർത്തനങ്ങളൊക്കെ പരിശോധിക്കുന്ന അവസരത്തിൽ എല്ലാ മലയാളികളുടെ ഉള്ളിലും, മലയാളി എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, ലോകത്തെവിടെയുമുള്ള മനുഷ്യർക്ക് എല്ലാവരുടെ ഉള്ളിലും ഒരു ബിസിനസ്സുകാരൻ ഒളിഞ്ഞിരിപ്പുണ്ട്. പക്ഷേ ആ ബിസിനസ്സിനെ യഥാവിധി കാലികമായ അനുഭവങ്ങളോടുകൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഒരു മികച്ച സംരംഭകനായി തീരണമെന്നുണ്ടെങ്കിൽ കാലവുമായിട്ടുള്ള ഒരു ഒത്തുകളി അവൻ നടത്തിയേ മതിയാകും. അപ്പൊ യഥാകാലവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രതിപ്രവർത്തനത്തിന്റെ ഉൽപ്പന്നം വിപണിയിൽ എത്തിച്ചുകൊണ്ട് ആ ഉൽപ്പന്നത്തെ ഏതൊക്കെ കൗശലത്തിലൂടെ, കൗശലം എന്ന് പറയുന്നത് അത് കർമ്മശേഷിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു കൗശലമാണ്. കാരണം ഒരാളെ ഉൽപ്പന്നം വിറ്റഴിക്കാൻ വേണ്ടി എന്തെങ്കിലും കാണിച്ചു കൂട്ടുക എന്നുള്ളതല്ല. അത് യഥാവിധി തന്നെ ആ സംരംഭകനിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഒരു സാധനം അത് വിപണനത്തിന്റെ മാർഗങ്ങളിലൂടെ എത്തിച്ചേരുന്ന ഒരു വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു വഴിയുണ്ട്, സുതാര്യമായിട്ടുള്ള ഒരു വഴിയുണ്ട്. ആ വഴിയിലൂടെ എങ്ങനെയാണ് എത്തിച്ചേരുന്നത്? അത് വാങ്ങുന്ന ഒരു കസ്റ്റമറിന് അല്ലെങ്കിൽ അത് വാങ്ങുന്ന ഒരാൾക്ക് ആ പ്രോഡക്റ്റ് തന്നെ വീണ്ടും വാങ്ങുവാനുള്ള താല്പര്യം ഉണ്ടാക്കത്തക്ക തരത്തിൽ ഈ ഉൽപാദകനും ഈ വാങ്ങുന്ന ആളും കസ്റ്റമറും തമ്മിലുള്ള ഒരു വളരെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള, വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കൂടി നടക്കണം. സാധനം വാങ്ങി ഉപയോഗിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അവരുടെ മനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പ്രതിപ്രവർത്തനങ്ങൾ ഈ രംഗത്ത് നടക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും സംരംഭകന്മാരുടെ ഒരു വലിയ പ്രശ്നം, സംരംഭകർ ഏറ്റെടുത്തിരിക്കുന്ന വലിയ പ്രശ്നമായിട്ട് പലപ്പോഴും കാണുന്നത്, ഈ ഉൽപാദനം കൃത്യമായിട്ട് നടക്കുന്നുണ്ട്, അത് വിപണനവും നടത്തുന്നുണ്ട്, പക്ഷേ അത് ഏത് തരത്തിലാണ് മാനസികമായ ഒരു തൃപ്തിയിലേക്ക് ഒരു വാങ്ങുന്ന ഒരാളിലേക്ക് എത്തുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാതെ പോകുന്നത് കൊണ്ടാണ് പല സംരംഭകർക്കും അതിൻ്റെ ഒരു വിജയത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയാതെ വരുന്നത്. ഇത്തരത്തിലുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ സംരംഭകരുടെ ഇടയിലുണ്ട്, വിപണനത്തിന്റെ തന്ത്രങ്ങളിലുണ്ട്, വിപണന മാർഗങ്ങളിലുണ്ട്, അത് വാങ്ങുന്ന കസ്റ്റമേഴ്സിന്റെ ഇടയിലുണ്ട്. ഇതിനെല്ലാം കൂടെ ഒരു ഏകകേന്ദ്രീകൃതമായ ഒരു ബിന്ദുവിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു ഇന്റർപ്രിട്ടേഷനാണ് ബഹുമാനപ്പെട്ട സുധീർ ബാബു ഈ പുസ്തകത്തിലൂടെ അവതരിപ്പിക്കുന്നത്. അതാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു ഏറ്റവും മൗലികമായിട്ടുള്ള, ശരിക്ക് ഒരു മാനേജ്മെന്റ് പുസ്തകത്തിന്റെ മൗലികത എന്നുള്ളതിനെ പറ്റി സാനുമാഷൊക്കെ ഇരിക്കുന്ന ഒരു വേദിയിൽ അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം സാഹിത്യത്തിന്റെ മൂല്യം
അല്ലെങ്കിൽ സാഹിത്യത്തിന്റെ മൗലികതയെ പറ്റിയൊക്കെയാണ് പലപ്പോഴും നമ്മൾ പറയുന്നത്. ഒരു മാനേജ്മെന്റ് പുസ്തകത്തിന്റെ മൗലികത എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് നെറ്റ് ചുളിക്കേണ്ടി വരും. പക്ഷേ ഈ പുസ്തകം ഒരു ലിറ്റററി ആസ്പെക്റ്റിൽ പോലും, അതാണ് അതിന്റെ വലിയ പ്രത്യേകത, ഒരു പോസിറ്റീവ് ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്ന തരത്തിൽ, ഒരു പോസിറ്റീവ് മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിൽ അതിന്റെ ലിറ്റററി ആസ്പെക്റ്റിൽ പോലും, സാഹിത്യപരമായിട്ടുള്ള സത്താപരമായിട്ടുള്ള ഗുണവിശേഷത്തിൽ പോലും വളരെ മുൻപിൽ നിൽക്കുന്ന ഒരു പുസ്തകമാണ് എന്നുള്ളതാണ് മറ്റ് മാനേജ്മെന്റ് പുസ്തകത്തിൽ നിന്ന് ഈ പുസ്തകത്തെ വ്യതിരിക്തമാക്കുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. ഒന്ന്, ഈ പുസ്തകം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം, ഇതിലെ 2-3 ആസ്പെക്ട്സുകളുണ്ട്. ഞാൻ സ്വാഗത പ്രസംഗികനാണ്, എനിക്ക് അധികം സംസാരിക്കാനുള്ള അവകാശമില്ലെങ്കിലും ഈ പുസ്തകം അതിന്റെ മാനുസ്ക്രിപ്റ്റ് മുതൽ അതിന്റെ ഇന്ന് പ്രകാശനം ചെയ്യുന്ന അവസ്ഥ വരെ അതിന് പിന്നാലെ സഞ്ചരിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ എൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ബിസിനസ്സുകാരനുണ്ട്. എല്ലാവരും ഉള്ളിൽ ഉള്ളതുപോലെ തന്നെ എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ ഈ പുസ്തകം ഞാൻ വളരെ കൗതുകത്തോടു കൂടി ഒന്ന് വായിച്ചപ്പോഴത്തേക്ക് ഇതിനകത്ത് തിയറിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളില്ല എന്നുള്ളതാണ്, അധികം അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്നുള്ളതാണ്. പലപ്പോഴും പല മാനേജ്മെന്റ് പുസ്തകവും ഒരു പേജിൽ നിന്ന് അടുത്ത പേജിലേക്ക് നമുക്ക് പോകാൻ കഴിയാതെ വരുന്നത് അതിന്റെ തിയറിറ്റിക്കൽ വശമാണ്. കാരണം തിയറിറ്റിക്കലായിട്ട് എല്ലാവർക്കും പറയാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. പക്ഷേ ഇത് എങ്ങനെ പ്രാക്ടിക്കൽ തലത്തിലേക്ക്, എങ്ങനെ പ്രായോഗികമായിട്ടുള്ള തലത്തിലേക്ക് ഒരു പുസ്തകം വരുന്നു, പ്രത്യേകിച്ച് മാനേജ്മെന്റ് പുസ്തകം വരുന്നു എന്നുള്ളിടത്താണ് ഈ പുസ്തകത്തിന്റെ വലിയ ശ്രദ്ധേയമായിട്ടുള്ള ഒരു നേട്ടം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ പുസ്തകം ആദ്യത്തെ ചാപ്റ്റർ എടുത്ത് വെച്ച് വായിക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്കൊരു മികച്ച സംരംഭകനാകാം എന്ന് തുടങ്ങിയിട്ട് ഏറ്റവും ഒടുവിൽ ഗുരുജി പറഞ്ഞു വെക്കുന്ന ഒരു വാക്കിൽ നമ്മൾ അവസാനിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ 1% ബിസിനസ് ചെയ്യുവാൻ താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സംരംഭകനാകാനുള്ള ഒരു ആഗ്രഹം ഉള്ളിൽ ഒരു 0.1 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് 99% വളർത്തിക്കൊണ്ടുവരുവാനും അതിനനുസരിച്ച് വികാസം പ്രാപിക്കുവാനും അതിനനുസരിച്ച് നമ്മുടെ കർമ്മശേഷിയെയും നമ്മുടെ യുക്തിഭദ്രമായിട്ടുള്ള ഭൗതിക നിലവാരത്തെയും എങ്ങനെ ഒരു സംരംഭകന് ആവശ്യമായിട്ടുള്ള കാലികമായിട്ടുള്ള അനുഭവങ്ങളോടെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു വിജയത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയും എന്നുള്ളതിനെ പറ്റി വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരുപാട് നിർവചനങ്ങൾ സുധീർ ബാബു അവതരിപ്പിക്കുന്നു. പലതും അദ്ദേഹം വായനയിലൂടെയും അദ്ദേഹത്തിന്റെ ആ മേഖലയിലുള്ള അനുഭവങ്ങളിലൂടെയും കണ്ടെത്തിയതാണെങ്കിൽ കൂടിയും അതിനെ വളരെ ഒരു ഫ്രീ ഹാൻഡ് ആയിട്ട്, വളരെ സ്വതന്ത്രമായിട്ടുള്ള ഒരു നിർവചനത്തിലൂടെയാണ് അദ്ദേഹം പറയുന്നത്. ഒരു പക്ഷേ അതിന് നമ്മൾ ഒരാളോട് തന്നെ അടുത്തിരുന്നു കൊണ്ട് സംസാരിക്കുന്നത് പോലെയാണ് പറയുക. കാരണം ഇതുപോലെ ചെയ്യണം, അല്ലെങ്കിൽ ഇതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് അത്രയും ഒരു നേട്ടം ഉണ്ടാകും എന്നൊക്കെ പറയുന്നിടത്ത് തീർച്ചയായിട്ടും അതിന്റെ ഒരു വലിയ പ്രത്യേകത നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാര്യം പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് ഇപ്പൊ പെൺകുട്ടികൾ ധാരാളമായിട്ട് ഇതിൽ വരാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് എന്തൊക്കെ ഒരു അവസരങ്ങളാണ് വരുന്നത്, അല്ലെങ്കിൽ അവരെന്തൊക്കെയാണ് ആ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി പറയുന്നുണ്ട്. കാലത്തിനൊപ്പം എങ്ങനെയാണ് നമുക്കൊരു സംരംഭകനായിട്ട് വളരാൻ കഴിയുന്നത് എന്നുള്ളതിനെ പറ്റി പറയുന്നുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം ഉത്സാഹം ഉണ്ടാകണം, എത്രത്തോളം നിങ്ങൾക്ക് മിടുക്ക് അതിൽ വരുത്താനായിട്ട് പറ്റണം, എത്രത്തോളം നിങ്ങൾക്കൊരു സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടാകണം. ഇങ്ങനെ നമ്മൾ ഒരിക്കലും ഒരു മാനേജ്മെന്റ് പുസ്തകത്തിൽ കാണാത്ത തരത്തിലുള്ള, കാരണം ഈ സാമൂഹ്യ പ്രതിബദ്ധത എന്ന് പറയുന്ന ഒരു പദം ഒരിക്കലും ഒരു മാനേജ്മെന്റ് പുസ്തകത്തിൽ പലപ്പോഴും കാണാൻ കഴിയാത്ത ഒരു കാര്യമാണ്. കാരണം അങ്ങനെ ഒരു പ്രതിബദ്ധത ഒരു ബിസിനസ്സുകാരൻ ഉണ്ടാകണോ വേണ്ടയോ എന്നുള്ള ചർച്ചകളൊക്കെ പലപ്പോഴായിട്ട് നടന്നിട്ടുണ്ട്. പക്ഷേ ഒരു മാനുഷികമായിട്ടുള്ള പരിഗണനയോട് കൂടി ഉള്ള ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഒരു ബിസിനസ്സുകാരൻ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. അത്തരം അനിവാര്യത ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു സംരംഭകന് മാത്രമേ ഒരു നല്ല ഒരു വിജയം നേടുവാനായിട്ട് കഴിയൂ എന്നുള്ളതിനെ പറ്റിയുള്ള ചില പോയിന്റുകൾ കൂടി, അതിന്റെ വികസിത രൂപങ്ങൾ കൂടി ഈ പുസ്തകത്തിലേക്ക് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത്തരം ഒരു പുസ്തകം പ്രസിദ്ധപ്പെടുത്താൻ കഴിഞ്ഞതിന് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന് വളരെയധികം അഭിമാനാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. സംഘത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ ഒരു സമ്പൂർണ്ണ മാനേജ്മെന്റ് പുസ്തകമാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്ന വരൂ നമുക്കൊരു ബിസിനസ് തുടങ്ങാം എന്നുള്ള, അത് തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ്. വരൂ ഇത് നമ്മളെ ക്ഷണിക്കുകയാണ്, അതിലേക്ക് നമ്മളെ ക്ഷണിക്കുകയാണ്. ആ ഒരു ക്ഷണം പോലും ഒരു പുതിയ മോട്ടിവേഷനാണ്. അങ്ങനെ ഒരു കൾച്ചർ, ഒരു സംസ്കാരം, ഒരു കച്ചവട സംസ്കാരം എന്നതിനപ്പുറത്തേക്ക് ഒരു സംരംഭ സംസ്കാരം, ഒരു വിപണന സംസ്കാരം ഉണ്ടാക്കിയെടുക്കുവാനായിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് വായിക്കപ്പെടേണ്ട ഒരു പുസ്തകം കൂടിയാണെന്ന് ആമുഖമായിട്ട് ഞാൻ പറയുന്നു. എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ നമ്മുടെ ചടങ്ങിന്റെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നത് ബഹുമാന്യനായ ഡോക്ടർ റിജി നായരാണ്. അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള രംഗത്തിന്റെ നേട്ടങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളമായിട്ട് പറയാനുണ്ട്. പക്ഷേ അദ്ദേഹം
ഒരു കഴിഞ്ഞ വർഷം ഒരു 6-7 മാസത്തിന് മുൻപ് അദ്ദേഹം ഒരു പോസിറ്റീവ് തിങ്കിങ് ഒരു വളരെ വ്യക്തിത്വ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു പുസ്തകം, ഒരു നേതാവ് ജനിക്കുന്നു എന്ന പേരിൽ ഒരു പുസ്തകം പ്രസിദ്ധപ്പെടുത്തിയുണ്ടായ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘമാണ് അത് പ്രസിദ്ധപ്പെടുത്തിയത്. കൊല്ലത്ത് വെച്ചാണ് അത് പ്രകാശനം ചെയ്തത്. വലിയ ഒരു ചടങ്ങായിരുന്നു. ആ പുസ്തകവും ഈ പറയുന്നത് പോലെ തന്നെ നമ്മളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ചില കഴിവുകളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ഇതിലൂടെ നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാം എന്നുള്ള ഒരു ആത്മധൈര്യം തരുന്ന, എന്നാൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തിനോട് വല്ലാത്ത ജാഗ്രത പുലർത്തുന്ന ഒരു പുസ്തകമാണ്. അദ്ദേഹവുമായിട്ട് ഇപ്പോൾ കൊല്ലത്തുനിന്ന് ഇവിടം വരെ വരുന്നതിൻ്റെ ഇടയിൽ ഒന്നിലധികം പ്രോജക്റ്റുകൾ അദ്ദേഹം പറഞ്ഞു. എല്ലാം വളരെ മികച്ച പ്രോജക്റ്റുകളാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഈ തിരക്കിന്റെ ഇടയിൽ നമ്മളെപ്പോലുള്ളവർക്ക് അത്തരം പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചാൽ തീർച്ചയായിട്ടും അത് സന്തോഷമുള്ളൊരു കാര്യമാണ്. എന്തുകൊണ്ടും നമ്മുടെ ഈ ചടങ്ങിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കാൻ തക്ക യോഗ്യത അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിനെ സ്നേഹാദരങ്ങളുടെ ഭാഷയിൽ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ബഹുമാന്യനായ സാനുമാഷാണ്. സാനുമാഷിന്റെ തട്ടകത്തിൽ തന്നെ മലയാളികൾക്ക് ആർക്കും അങ്ങനെ പരിചയപ്പെടുത്തേണ്ടതായിട്ടില്ല, പ്രത്യേകിച്ച് കൊച്ചിക്കാർക്ക് സാനുമാഷിനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന്റെ ദുരന്ത നാടകങ്ങളെ കുറിച്ചുള്ള പുസ്തകം ഇന്നലെ കൂടിയും വായിച്ച് ഒരാവർത്തി കൂടി വായിക്കുമ്പോഴും ആ ദൈക്ഷണികമായിട്ടുള്ള വ്യക്തിത്വത്തിന്റെ മുമ്പിൽ നമുക്ക് ശിരസ് നമിക്കേണ്ടി വരും. മാഷ് നവമി പിന്നിട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത്തരം ഒരു ചടങ്ങിൽ എന്തുകൊണ്ട് സാനുമാഷ് എന്നുള്ളൊരു ചോദ്യം ചോദിക്കാം. പക്ഷേ സാനുമാഷിൻ്റെതായിട്ടുള്ള വളരെ വ്യക്തിപരമായ ഒരു അഭിപ്രായം പറയാൻ കാരണം ഇത്രയും വർഷം ജീവിച്ചിരുന്ന ഒരാൾ, ഇത്രയും ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട ഒരാൾ, അധ്യാപനമാണ് പ്രധാനപ്പെട്ട ഒരു കർത്തവ്യം, അദ്ദേഹത്തിന്റെ കടമ നിറവേറ്റിയിരുന്നെങ്കിൽ കൂടിയും നമ്മുടെ ഒരു പൊതു സാമൂഹ്യ ജീവിതത്തിലെ ഒരു പൊതു സ്വീകാര്യമായിട്ടുള്ള അവസ്ഥകളിലൂടെ ഒക്കെ സഞ്ചരിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ മാഷിന് ഈ പുസ്തകത്തെക്കുറിച്ചും നമ്മുടെ ഒരു പുതിയ വിപണന ലോകത്തെപ്പറ്റി, വിപണിയെപ്പറ്റി ഒക്കെ എന്തെങ്കിലും പറയാൻ തീർച്ചയായിട്ടും ഉണ്ടാകും. അദ്ദേഹത്തെ സ്നേഹാദരങ്ങളുടെ ഭാഷയിൽ ഈ ചടങ്ങിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പുസ്തകം സ്വീകരിക്കുന്നത് ഓഹരി എന്ന് പറയുന്ന മലയാളത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു നോവൽ എഴുതിയ KL മോഹനവർമ്മ സാറാണ്. ഒരുപക്ഷെ മലയാളി ശരിക്കും ഓഹരി കച്ചവടത്തിൽ ശ്രദ്ധ കൊടുത്തു തുടങ്ങുന്നത് മോഹനവർമ്മ സാറിന്റെ നോവലോട് കൂടിയാണെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഓഹരി കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആ രംഗത്തെക്കുറിച്ചൊന്ന് കൂടുതൽ അറിയാൻ താല്പര്യം അല്ലെങ്കിൽ ആ മേഖലയെപ്പറ്റി അധികം താല്പര്യമൊന്നും ഇല്ലാതിരുന്നൊരു കാലത്ത് പോലും ഓഹരി വളരെ താല്പര്യത്തോടുകൂടി വായിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്നവരൊക്കെ അത്തരം വായനയിലൂടെ വന്നിട്ടുണ്ട്. പക്ഷെ എങ്കിലും അതിലൂടെ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ഫിലോസഫി ഉണ്ട്. അതാണ് മോഹനവർമ്മ സാറിന്റെ നോവലുകളിലൊക്കെ പ്രത്യേകിച്ച് പറയേണ്ടത്. ജീവിതമാണ് പറയുന്നെങ്കിൽ കൂടിയും അതിനകത്തുകൂടെയൊക്കെ ഒരു ദാർശനികമായിട്ടുള്ള ഒരു ഫിലോസോഫിക്കലായിട്ടുള്ള ഒരു തലവും കൂടി അവതരിപ്പിക്കുന്നുണ്ട്. അപ്പം ഓഹരിയെ പറ്റി ഒരു നോവൽ എഴുതിയ ഒരാൾ തന്നെയാണ് തീർച്ചയായിട്ടും ഈ പുസ്തകം സ്വീകരിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല നമ്മുടെ ഈ പുസ്തകത്തിന്റെ ആമുഖം അവതാരിക എഴുതിയിരിക്കുന്നത് മോഹനവർമ്മ സാറാണ്. അദ്ദേഹത്തെ സ്നേഹാദരങ്ങളോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്താമെന്ന് പറഞ്ഞിട്ട് ഏത് നിമിഷം എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട P. രാജീവ് അവറുകൾ. അദ്ദേഹത്തെ പറ്റിയും ആധികാരികമായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. എല്ലാവർക്കും അറിയാവുന്ന വളരെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു എഴുത്തുകാരനാണ്, വാഗ്മിയാണ്, രാഷ്ട്രീയ പ്രവർത്തകനാണ്. അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് സ്നേഹത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് കൊണ്ട് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട കൊച്ചി കോർപ്പറേഷന്റെ മേയർ ബഹുമാനപ്പെട്ട സൗമിനി ജെയിൻ അവറുകളാണ്. ബഹുമാനപ്പെട്ട മേയറും എത്രയും പെട്ടെന്ന് ഈ ചടങ്ങിലേക്ക് എത്തിച്ചേരുമെന്ന് ഇവിടെ അറിയിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മേയറെ സ്നേഹാദരങ്ങളോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട MLA ഹൈബി ഈഡൻ ഏത് നിമിഷവും എത്തിച്ചേരാമെന്നിവിടെ ഏറ്റിട്ടുണ്ട്. അദ്ദേഹത്തിനും ഈ ചടങ്ങിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുന്നു. ഫ്യൂച്ചർ കേരളയുടെ CEO ബഹുമാനപ്പെട്ട M. കുമാർ അവറുകൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹവും ഈ മേഖലയുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ആനുകാലികത്തിലൂടെയാണ് ബഹുമാനപ്പെട്ട സുധീർ ബാബുവിന്റെ ലേഖനങ്ങളിൽ അധികവും വെളിച്ചം കണ്ടിട്ടുള്ളത്. ഈ രംഗത്ത് വളരെയധികം കൃത്യതയുള്ള, ജാഗ്രതയുള്ള ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട M. കുമാർ അവറുകൾ. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ബൈജു നെടുങ്കേരി അദ്ദേഹവും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അഭിമാനാർഹമായിട്ടുള്ളൊരു കാര്യമാണ്. അദ്ദേഹത്തെ പോലുള്ള ഒരാളുടെ സാന്നിധ്യം
സാംസ്കാരിക രംഗത്തും സാമൂഹ്യ രംഗത്തും ഇതുപോലുള്ള മേഖലകളിലൊക്കെ തന്നെ ശ്രദ്ധേയമായിട്ടുള്ളൊരു സാന്നിധ്യമാണ് ബഹുമാനപ്പെട്ട ബൈജു അവരുടേത്. ഈ ചടങ്ങിലേക്ക് സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. കേരള മാനേജ്മെന്റ് അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള ബഹുമാനപ്പെട്ട നിർമ്മല ലില്ലി, ബഹുമാനപ്പെട്ട മാഡത്തെ ഞാൻ വളരെ വർഷത്തിനു മുമ്പ് കണ്ടിട്ടുണ്ട്. അത് അമരാന്ത് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം, ഞാൻ എൻ്റെ സ്ക്രിപ്റ്റിൽ പിന്നെ മാഡത്തിൻ്റെ ഒരു ശിഷ്യൻ ആണ്, അവനിപ്പോൾ ദുബായിലാണ്. അപ്പോൾ അവൻ ചെയ്തപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് ഞാനത് ഈ പാലിയേറ്റീവ് കെയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്യാൻസർ പേഷ്യൻ്റെ ഒരു കുട്ടിയുടെ കഥ പറയുന്ന ഒരെണ്ണം ഈ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്യുകയുണ്ടായി. അത് ഞാനാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തത്. അന്ന് ഞങ്ങളെയൊക്കെ അഭിനന്ദിച്ചുകൊണ്ട് മാഡത്തിൻ്റെ വളരെ സജീവമായിട്ടുള്ളൊരു സാന്നിധ്യം ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷമാണ് ലില്ലി മാഡത്തെ കാണുന്നത്. സ്നേഹാദരങ്ങളോടെ മാഡത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. BJPയുടെ എറണാകുളം മണ്ഡലം പ്രസിഡന്റ് രാജഗോപാൽ അവർ ഈ ചടങ്ങിന് ആശംസ നേരാനായിട്ട് എത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട രാജഗോപാൽ അവരെ സ്നേഹാദരങ്ങളോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൊച്ചിൻ കോർപ്പറേഷന്റെ കൗൺസിലർ ഡേവിഡ് പറമ്പിത്തറ ഈ ചടങ്ങിന് ആശംസ നേരാനായിട്ട് എത്തിയിട്ടുണ്ട്. ആ മാന്യ വ്യക്തിയെ ഈ ചടങ്ങിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇന്നത്തെ നമ്മുടെ ഒരു താരം എന്ന് പറയാവുന്നത് സുധീർ ബാബു അവർകളാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു കരിയറിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും ഈ പുസ്തകമെന്ന് ഞങ്ങളൊക്കെ കരുതുന്നു. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതുവരെ മാനേജ്മെന്റ് രംഗത്ത് ഒരുപാട് പ്രഭാഷണങ്ങളും ഒരുപാട് ചർച്ചാ ക്ലാസ്സുകളും സംവാദങ്ങളും ഒക്കെ നയിച്ചിട്ടുള്ള ഒരാളെ എഴുത്തിലേക്ക് വരുന്ന ഒരു ഘട്ടമാണ്. കാരണം ഞാനിങ്ങോട്ട് വരുന്ന വഴിക്ക് റജി സാറുമായിട്ട് സംസാരിച്ചത് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ നേടിയാലും നമ്മൾ എഴുതി വയ്ക്കുന്ന ഒരു പുസ്തകം അത് നമ്മൾ ഈ പിന്നെ എത്ര കാലം കഴിഞ്ഞാലും, ഇപ്പോൾ ഹിരോഷിമ നാഗസാക്കി ബോംബാക്രമണത്തിന് ശേഷം തകാഷ നഗായി എന്ന് പറയുന്ന ഒരു വൈദ്യശാസ്ത്രം പഠിച്ച് ഒരാള് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, ദ ബെൽസ് ഓഫ് നാഗസാക്കി എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ ബെൽസ് ഓഫ് നാഗസാക്കി എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്ന കാര്യം എങ്ങനെയായിരുന്നു ഈ ബോംബ്, ആ ബോംബിന്റെ കരാളഹസ്തങ്ങൾ എങ്ങനെയാണ് ആ നാടിനെ മുഴുവനും ദഹിപ്പിച്ചത്, എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു പുസ്തകമാണ്. അദ്ദേഹം അതിൻ്റെ ആമുഖത്തിൽ കുറിച്ച് വെച്ചിരിക്കുന്ന ഒരു വാചകം എന്ന് പറയുന്നത്, ഇത് ഞാൻ ഈ ഭൂമിയിൽ ഇട്ടിട്ട് പോകുന്നു. അദ്ദേഹം ക്യാൻസർ ബാധിച്ചാണ് മരിക്കുന്നത്. അദ്ദേഹം ആ പുസ്തകത്തിൽ ആമുഖം എഴുതിയിരിക്കുന്നത്, ഞാനിത് ഭൂമിയിൽ ഇട്ടിട്ട് പോവുകയാണ്. എന്തിനാണ്? വരും തലമുറയ്ക്ക് എടുത്ത് തുറന്നു നോക്കി വായിക്കാനാണെന്ന് പറയും. കാരണം ആ പുസ്തകം വായിച്ചാൽ ഒരിക്കലും ഒരു യുദ്ധം ഉണ്ടാകരുത് എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് പുസ്തകം ആരംഭിക്കുന്നത്, പുസ്തകം അവസാനിക്കുന്നത്. അതുകൊണ്ട് ഒരു എഴുത്തുകാരൻ ഭൂമിയിൽ ഇട്ടിട്ട് പോകുന്ന പുസ്തകങ്ങളാണ് പിന്നീട് കാലം ചവിട്ടിക്കടന്ന് മുന്നോട്ട് പോകാനുള്ള വഴിത്താരകളായിട്ട് മാറുന്നത്. തീർച്ചയായിട്ടും ആ അർത്ഥത്തിൽ ഇദ്ദേഹത്തിന്റെ ഒരു കന്നി സംരംഭമായിട്ടുള്ള ഈ പുസ്തകം അടുത്ത പുസ്തകത്തിലേക്കും ഇനി വരുന്ന ഈ മാനേജ്മെന്റ് രംഗത്തേക്ക് ധാരാളം പുസ്തകങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ, സമർപ്പിക്കുവാൻ ബഹുമാനപ്പെട്ട സുധീർ ബാബു അവർക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ സുമനസ്സുകൾക്കും, വിപണന രംഗത്തുണ്ട്, സംരംഭ രംഗത്തുണ്ട്, എഴുത്തുകാരുണ്ട്, സാംസ്കാരിക പ്രവർത്തകരുണ്ട്, പത്രപ്രവർത്തകരുണ്ട്, എല്ലാവർക്കും ഒറ്റവാക്കിൽ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന് വേണ്ടി സ്നേഹാദരങ്ങളോടെ സ്വാഗതം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.